അവർ ഒരുപോലെ പറഞ്ഞു, അവന്റെ കഥ അവസാനിച്ചു, അവന്റെ കഥ തീർന്നു പോയെന്ന്. പക്ഷെ ദൈവം പറഞ്ഞു, ഇല്ല, ഞാൻ അവന്റെ കഥ എഴുതി തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും ആണ് ശരിക്കും അവന്റെ കഥ ആരംഭിക്കുന്നത്. തീയിൽ കൂടെ കടന്നു പോകുന്ന കണ്ടിട്ട് അവർ പറഞ്ഞു, അവൻ ഈ തീയിൽ വെന്ത് ഇല്ലായ്മപ്പെടുമെന്ന്. ദൈവം പറഞ്ഞു, ഇല്ല, തീയുടെ ഗന്ധം പോലും ഏൽപ്പിക്കാതെ വണ്ണം ഞാൻ അവനെ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തു കൊണ്ടുവരും. സമുദ്രം കരകവിഞ്ഞൊഴുകുന്നത് കണ്ടുകൊണ്ട് അവർ പറഞ്ഞു, അവൻ ഈ സമുദ്രത്തിന്റെ അടിയിൽ ഇല്ലായ്മപ്പെട്ടു പോകും, മുങ്ങിത്താഴുമെന്ന്. ദൈവം പറഞ്ഞു, ഇല്ല, ഞാൻ തിരമാലകളുടെ മുകളിൽ അവനെ നിർത്തുമാറാക്കുമെന്ന്. എന്നിട്ട് ദൈവം പറയാ, നിനക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട് എനിക്ക് പറയാൻ. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിന്റെ അധ്വാനവും നിന്റെ കഠിന പ്രയത്നവും നിന്റെ പ്രയാസവും നിന്റെ ഉഴച്ചിലുകളും നിന്റെ കഷ്ടപ്പാടുകളും ഞാൻ കണ്ടിട്ടുണ്ട്. നിനക്കിതുവരെ കിട്ടേണ്ട അംഗീകാരങ്ങളോ കിട്ടേണ്ട കൂലിയോ കിട്ടേണ്ട റിവാർഡോ ഇതുവരെ നിനക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് നീ പുറത്തു വാ, നിനക്കൊരു സർപ്രൈസ് പോലെ നിനക്കുള്ള കൂലിയും നിന്റെ പ്രതിഫലവും എൻ്റെ കയ്യിലുണ്ട്. അതെ, ദൈവം നമ്മുടെ പ്രതിഫലം തരും, നമ്മുടെ കൂലി തമ്പുരാൻ തരും. ആരും കാണാതെ വണ്ണം നാം സഹിച്ചതിനും, ആരും കാണാതെ വണ്ണം നാം അനുഭവിച്ചതിനും, ആരും കാണാതെ വണ്ണം നാം പ്രയാസങ്ങളിൽ കൂടെ കടന്നുപോയിട്ടും ദൈവത്തെ മുറുകെ പിടിച്ചതിന്റെ പ്രതിഫലം ദൈവം തരും.